ഹായ്, കിഷ്കിന്ത കണ്ണൻ ടീമിന്റെ ഏറ്റവും പുതിയ സിനിമ ഈക്കോ ഡയറക്ടഡ് ബൈ ദിൻജിത്ത് അയ്യത്താൻ. എന്റെ മോനെ, ഈ പടം കണ്ടിട്ടുണ്ടല്ലോ, ശരിക്കും രോമാഞ്ചമാണ്. ശരിക്കും ഇത് കണ്ടിട്ട് ഒരു അരമണിക്കൂറായി. ശരിക്കും രോമാഞ്ചമാണ്. എന്ത് ലെവലിലാണ് ഈ പടം ചെയ്തു വെച്ചിട്ടുള്ളത്. ഞാൻ ശരിക്കും വിചാരിച്ചത് ഈ നോളൻ ടൈപ്പ് പടങ്ങളൊക്കെ ഹോളിവുഡിൽ മാത്രമേ സംഭവിക്കുന്നൊക്കെയാണ്. പക്ഷെ നമുക്ക് ലോക സിനിമയുടെ മുന്നിൽ കാണിക്കാൻ പറ്റിയ ഒരു കിടിലം പടമാണ്. ഒരു ഏറ്റവും നല്ല വർക്ക്, അതായത് 2025 ഞാൻ കണ്ടിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്കാണിത്. കിഡിലം പടം, ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ച് എവിടുന്ന് തുടങ്ങണം എന്നറിയില്ല. ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും സ്ക്രീനിൽ വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളെ നോക്കിക്കഴിഞ്ഞാലും എല്ലാവരുടെയും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. മൊറോവർ, ഈ പടത്തിന്റെ ഏറ്റവും വലിയ നട്ടല് എന്ന് പറയുന്നത് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ആണ്. എഴുതി വെച്ചിട്ടുള്ളത് ലെവൽ സാധനങ്ങളാണ്, നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗംഭീര പടം കേട്ടോ. നമുക്ക് ഒന്നും പറയാനില്ല ഈ പടത്തെ കുറിച്ചിട്ട്. ഒരു മാസ്റ്റർ വർക്ക്, അതായത് മാഗ്നം ഓപ്പോസിറ്റ് ഒരു വർക്കാണ്. ഹെവി, നല്ല ലെവലിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ബാഹുൽ രമേശ് ബ്രോ, നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? ഇവര് ഏത് ലെവലിലാണ് ഈ സാധനം ചെയ്തു വെച്ചിട്ടുള്ളത്? ഇതിന്റെ റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ലൂപ്പില്ല. ഈ പടത്തിന് ഹിസ്റ്റോറിക്കലായിട്ട് ചില കണക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അവർ ചെയ്തിട്ടുള്ള വർക്ക്, അതിന്റെ ബാക്ക് വർക്ക് എന്നെല്ലാം പറയുന്നതില്ലേ, നമുക്ക് ശരിക്കും ആ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും എത്ര സ്റ്റഡി അവർ നടത്തിയിട്ടുണ്ടെന്ന്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്റ്റഡി, സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി, ഈ ഓരോ കണക്ഷൻസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളതല്ലേ. ശരിക്കും ഒരു വലിയ ഒന്നും പറയുന്നില്ല, ഒരു നല്ല വർക്ക്. ഇനിയും ഇതുപോലത്തെ കിടിലം പടങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റട്ടെ എന്ന് മാത്രമേ ഒരു സിനിമ പ്രാന്തൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ വേണ്ടി പറ്റൂ. ഹെവി ആയിരുന്നു. ഞാൻ ആദ്യം മുതലേ വരാം. ഈ പടത്തിന്റെ സ്ക്രീനിൽ നമ്മൾ കാണുന്ന കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, അതായത് വിനീത്, അശോകൻ, അതുപോലെ തന്നെ നരേൻ, ഇതുപോലെ മലയാളത്തിലെ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരുപാട് ചില ആർട്ടിസ്റ്റുകളുണ്ട്. ഇവർക്ക് ചിലപ്പോൾ ഈ മെയിൻ സ്ട്രീം സിനിമയിൽ അധികം അങ്ങനൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല ഒരുപാട് സിനിമകളിലൊന്നും. പക്ഷെ ഇതുപോലെ ചില സിനിമകൾ വരുമ്പോഴത്തേക്ക് ഇവർ അഭിനയിക്കുന്ന ഒരു രീതിയുണ്ട്. എൻ്റെ മോനെ, വിനീതിൻ്റെ ലെവൽ അഭിനയമാണ്. നമ്മൾ ശരിക്കും ഇങ്ങനെ നോക്കി നിന്നു. ഇത്രയും ക്യാപ്പബിൾ ആയിട്ടുള്ള ആളെയാണല്ലോ നമ്മൾ അധികം സ്ക്രീനിൽ കാണാറില്ല, സിനിമയിലൊന്നും കാണാറില്ലല്ലോ. അതുപോലെ തന്നെ സന്ദീപിന്റെ പെർഫോമൻസ്, ഏത് ലെവൽ പെർഫോമൻസ് ആണ് ജക്കൻ പകർത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ള ഒരാള് നമ്മുടെ കുര്യച്ചനായിട്ട് അഭിനയിച്ച ആളാണ് സൗരഭ് സച്ദേവ എന്നാണ് ആർട്ടിസ്റ്റിന്റെ പേര്. മാൻ, ഇയാളുടെ 2 കാലഘട്ടം, അതായത് ഈ മലേഷ്യയിൽ പോകുമ്പോഴുള്ള ആ ഒരു സ്റ്റൈലും നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അധികമില്ല കേട്ടോ. നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കുന്ന ഒരു ഹൈപ്പാണ്. പക്ഷെ ആ ഹൈപ്പിന് ഒത്ത പെർഫോമൻസ് ഇയാള് ഈ ഫ്ലാഷ് ബാക്കിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അയാൾ അങ്ങനെ ചെയ്യും. കുര്യച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെയാണെന്നൊരു തോന്നല് ഓഡിയൻസിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഡയറക്ടർക്കും റൈറ്റർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് നമ്മുടെ മലേഷ്യൻ ആർട്ടിസ്റ്റിന്റെ. അവരുടെ പേര് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു മിനിറ്റ് ഇപ്പൊ പറഞ്ഞുതരാം. അത് പറയേണ്ട പേര് തന്നെയാണ്, ബിയാന മോമിൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ്. ആ അമ്മച്ചിയുടെ അഭിനയം വലിയ പ്രകടനമൊന്നുമല്ല കേട്ടോ, സൈലന്റിലാണ് ഇവരുടെ കളി മൊത്തം. പക്ഷെ അവർ തകർത്തളഞ്ഞു. പിന്നെ അവരുടെ ചെറുപ്പകാലം അഭിനയിച്ച ആ ആർട്ടിസ്റ്റും, മലേഷ്യൻ ആർട്ടിസ്റ്റും അടിപൊളിയായിരുന്നു. അവരുടെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ച ആൾക്ക് കുറച്ച് ചെയ്യാനുള്ളൂ, പക്ഷെ അതും ഹെവി ആയിരുന്നു. പിന്നെ ഈ ബിനു പപ്പുവിന്റെ കഥാപാത്രം, പിന്നെ ബിനു പപ്പുവിന്റെ കൂടെ തന്നെ വേറൊരു ആർട്ടിസ്റ്റ് കൂടി അഭിനയിക്കുന്നുണ്ട്. അയാൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ ചങ്ങ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, ആ ആർട്ടിസ്റ്റും കിടിലമായിരുന്നു. ഈ പടത്തിന്റെ കഥ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാട്ടിലാണ് കേട്ടോ. കാട് എന്ന് വെച്ചാൽ ഒരു 1.5 കാട്, കേരള കർണാടക ബോർഡറിലുള്ള ഒരു കാട്. പിന്നെ കുറെ പട്ടികളുടെ കളിയാണ് ഈ പടം. എൻ്റെ അമ്മോ, ഇവരിത് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്ത് എടുത്തു എന്നുള്ളതാണ്. നമുക്കൊരു സിനിമ കണ്ടിട്ട്, ഞാൻ സാധാരണ റിവ്യൂ പറയുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ പോരായ്മ ഞാൻ അതിന്റെ ഇൻസിഡന്റ് മൊത്തം പറയുന്നുള്ളതാണ്. പക്ഷെ ഇത് എവിടുന്ന് തുടങ്ങണം, ഈ പടം കണ്ടിട്ട് ഇത് എന്ത് പറയണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. കിടിലമായിട്ടുണ്ട്. ഞാൻ ടെക്നിക്കൽ സൈഡിലേക്ക് വരാം. മുജീബ് മജീദാണ് ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഈ ചങ്ങായി ഇല്ലേ, സ്കോർ ചെയ്ത് വേറൊരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ മെയിൻ സ്ട്രീം സിനിമയുടെ മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സുഷിൻ ശ്യാമിനെ പറയും, അതുപോലെ തന്നെ ജേക്സ് ബിജോയെ പറയും. പക്ഷെ ഈ മുജീബ് മജീദിനെ നമ്മൾ അങ്ങനെ അധികം എവിടെയും അങ്ങനെ പറയാറില്ല. പക്ഷെ ഇയാൾ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളെല്ലാം നല്ല ലെവൽ കൂടിയ സാധനങ്ങളാണ്. ഈ പടം അങ്ങനെ തന്നെയാണ്. എന്ത് ലെവലാണ് ഈ പടം സ്കോർ ചെയ്ത് പോയിട്ടുള്ളത്. തുടക്കം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തും. പടമാകത്തുള്ളൂ, 2 മണിക്കൂറേ ഈ പടമുള്ളൂ. നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടുപോകും. അടുത്തത് ഈ പടത്തിന്റെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇപ്പൊ പറയാം, എഡിറ്ററുടെ പേരും പറയണ്ട, സൂരജാണ്. ഇതില് ഒരു ഷോട്ട് ഉണ്ട്, ഒരു ബൾബില്ലേ, ഒരു ലൈൻമാൻ ബൾബ് എടുത്ത് എറിയുന്ന ഒരു ഷോട്ട് ഉണ്ട്. എണ്ണം പറഞ്ഞ ഷോട്ട്, അത് ആ കട്ടിനാണ് പൈസ. ഏത് ലെവൽ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കളർ ഗ്രേഡിങ് ചെയ്തിട്ടുള്ളത് ശ്രീകുമാരാണ് പടത്തിന്റെ കളർ ഗ്രേഡിങ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പിന്നെയും പറയേണ്ടി വരുന്ന പേര് റൈറ്ററുടെ പേര് തന്നെയാണ് കേട്ടോ. റൈറ്റർ തന്നെയാണ് ഈ പടത്തിന്റെ സിനിമാറ്റോഗ്രാഫിയും ചെയ്തിട്ടുള്ളത്. ഹെവി, ഒന്നും പറയാനില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച്
ഏറ്റവും മികച്ച ഒരു 10 സിനിമ പറയാൻ പറഞ്ഞാൽ അതിലൊന്ന് ഈക്കോ ആയിരിക്കും. ഈ പടം ഒരിക്കലും മിസ്സാക്കരുത്, തിയേറ്ററിലൊന്നും ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത പടമാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, രാവിലെ കയറുന്ന സമയത്ത് അധികം ഈ അലവലാതി ഓഡിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ സമാധാനമായിട്ടിരുന്ന് കണ്ടൊരു പടമാണ്. നൈസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതൊരു ഒന്നൊന്നര പടമാണ്. ഒരിക്കലും ഈ പടം മിസ്സാക്കാൻ വേണ്ടി പാടില്ല. മലയാളത്തിൽ 2025 ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് ഈക്കോ ആണ്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആദ്യത്തെ 10 എണ്ണത്തിലൊന്ന് ഈക്കോ ആയിരിക്കും. ഒരു കിടിലം പടം, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഇനി സിനിമയിലെ ആക്ഷൻ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാലൊക്കെ വളരെ റിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ കാട്ടിനുള്ളിൽ കിടന്നിട്ടുള്ള അടിയും അതിന് വേണ്ടിയിട്ട് അവരെടുത്ത എഫേർട്ട് എല്ലാം സൂപ്പർ ആയിരുന്നു. ജിയോഗ്രഫി തന്നെ അങ്ങനത്തെ ഒരു കുറച്ചൊക്കെ വില്ലത്തിലുള്ള ജിയോഗ്രഫിയാണ്. നമ്മൾ ഈ വർഷം തന്നെ വന്ന ഹോളിവുഡ് പടമില്ലേ, എന്താണ് നമ്മുടെ ഡികാപ്രിയോയുടെ പടമില്ല, ആ ഡികാപ്രിയോയുടെ പടത്തിന്റെ ക്ലൈമാക്സിൽ ആ ജോഗ്രഫി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടാകും. ആ ജോഗ്രഫിയാണ് അവിടെ ഒരു ക്യാരക്ടറായിട്ട് വരുന്നത്. സെയിം തിങ് അത് തന്നെയാണ്. നമ്മൾ ഇലവീഴ പൂഞ്ചിറലെല്ലാം കണ്ടിട്ടില്ലേ, ആ ജോഗ്രഫി ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ഒരു വില്ലനെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെയാണ് ഈ പടത്തിലും. ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതിന്റെ കൂടെ ഈ പട്ടികളും വന്ന പട്ടികളെല്ലാം നല്ല കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുര്യച്ചനായിട്ട് അഭിനയിച്ച ആ ചെങ്ങായി സൗരഭ് സച്ചിദേവ, എൻ്റെ മോനെ, അയാളുടെ ഇതാണ് 2 കാലഘട്ടത്തിലുള്ള ആ ട്രാൻസ്ഫോർമേഷനും ഗംഭീരമായിരുന്നു കേട്ടോ. പ്രസന്റ് ടൈമിൽ അധികവും ഇല്ല, പക്ഷെ വന്ന സീനിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോ ഈ ചില കഥാപാത്രങ്ങൾ, ഈ അഞ്ഞൂറാൻ എന്ന് പറയുന്ന കഥാപാത്രം ഇല്ലേ, അതിൽ അഞ്ഞൂറാൻ അങ്ങനെ വലിയ അഭ്യാസങ്ങളൊന്നും കാണിക്കുന്നൊന്നുമില്ല. അഞ്ഞൂറാൻ വളരെ കുറച്ചേ ഉള്ളൂ, സ്ക്രീൻ പ്രസൻസ് കൊണ്ടാണ് അയാൾ പിടിച്ചിരിക്കുന്നത്. പക്ഷെ അഞ്ഞൂറാൻ അങ്ങനെ ചെയ്തു എന്നൊരാൾ പറഞ്ഞാൽ നമ്മളതിനെ വിശ്വസിക്കും, യെസ് അയാൾ അങ്ങനെ ചെയ്യും. ഇതേ സാധനം തന്നെയാണ് കുര്യച്ചനും. പക്ഷെ അത് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. അത് എഴുതി വലിപ്പിക്കാനും അത് നല്ല രീതിയിൽ ആക്ട് ചെയ്യാനും അയാളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റർക്കും ആക്ടർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒരു വണ്ടർഫുൾ ക്രാഫ്റ്റ്, ഒരു കിടിലം പടമാണ് ഇത്, ഒരിക്കലും മിസ്സാക്കരുത്. ഹെവി പടം, എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. ആഫ്റ്റർ, അതായത് OTT റിലീസിന് ശേഷം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഒരു റിവ്യൂ ചെയ്യാം. പക്ഷെ ഈ പടം ഇല്ലേ, ഒന്നൊന്നര പടം കേട്ടോ, തകർത്തളഞ്ഞു. ഞാൻ 0 എക്സ്പെക്ടേഷനിൽ പോയി കണ്ട പടമാണ്. ഹെവി, ഒരു കിടിലം പടം, ഹെവി.